അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എന്നുള്ള ഈ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട പയ്യെക്കുറിച്ച് ഇതിൻ്റെ അകത്തൊരു പരാമർശമുണ്ട്. ബൈബിളിൽ പയ്യുടെ വാല്യൂ ആക്യുറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ലെന്ന്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്രിയേഷൻ റിസർച്ച് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ പേപ്പറിൻ്റെ പേര് ഇമ്പാക്റ്റ് പേപ്പേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും ഒരു സത്യാന്വേഷി ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആ പേപ്പറിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഇമെയിലായിട്ടോ ഫോട്ടോ കോപ്പി ആയിട്ട് അയച്ചു തരാം. ഇത് ഇന്നല്ല, 30 വർഷം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പയ്യുടെ വാല്യൂ ബൈബിൾ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇതൊരു വ്യക്തി കണ്ടില്ലെങ്കിൽ അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. ഈ പുസ്തകത്തിൽ അതല്ലാതെ കുറേയേറെ ബൈബിളിൻ്റെ ഇനാക്യുറസീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സാമ്പിൾ മാത്രം പറഞ്ഞത് 1-2 സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ലെവലും അതിലുള്ള സ്കോളർഷിപ്പ്, അതിൻ്റെ ആക്യുറസി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, ബൈബിൾ അങ്ങനെ പറയുന്നു, ബൈബിൾ ഇങ്ങനെ പറയുന്നു. ഞാൻ ഇതിനു മുൻപ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ബൈബിള് 3 ഭാഷകളിൽ എഴുതപ്പെട്ട 66 ബുക്സിൻ്റെ ഒരു കളക്ഷനാണ്. അതിൽ ലിറ്ററലായിട്ടല്ലെങ്കിൽ ആക്ഷരികമായിട്ടുള്ള എക്സ്പ്രഷൻസുമുണ്ട്, ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളുമുണ്ട്. ബൈബിളിൽ ഏകദേശം 780 ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. ഈ ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രം പഠിക്കുവാൻ വേണ്ടിയുള്ള ഡിക്ഷണറിയാണ്. ഈ ആലങ്കാരിക പ്രയോഗം എടുത്തിട്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ അർത്ഥം അനർത്ഥമാകുമെന്നുള്ളത് ഏത് വ്യക്തിക്കും അറിയാവുന്ന, ഏത് സ്കൂൾ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സും ബൈബിളിലുള്ള ആലങ്കാരിക സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ച് ആർക്ക് എന്ത് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. ഇത് ആ പുസ്തകത്തിൻ്റെ ആധികാരികതയെ കാണിക്കുകയല്ല, അതിനെ ചോദ്യം ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ ബൈബിൾ എന്നുള്ള കാര്യം ഒന്നും നോക്കിയതായിരുന്നെങ്കിൽ ഈ ആലങ്കാരിക പ്രയോഗങ്ങളെ ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് പകരം ഈ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് അർത്ഥം അനർത്ഥമാക്കി സത്യാന്വേഷികളെ കൺഫ്യൂസ് ചെയ്യേണ്ട ഈ സിസ്റ്റം വരത്തില്ലായിരുന്നു. 1. 2, വേറെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ബുക്കിലുണ്ട്. ഞാൻ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് പലർക്കും വളരെ അപമാനം തോന്നും. കാരണം ആ ലെവലിലാണ് അത് എഴുതപ്പെട്ടത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം റിസർച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പുസ്തകം ഞാൻ നിങ്ങളെ കാണിക്കാം. എൻസൈക്ലോപീഡിയ ബിബ്ലിക്കൽ എറൻസി, ജസ്റ്റ് ഒരു വിഷയം, ബൈബിളിലുള്ള അബദ്ധങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത 1 വോള്യൂം എൻസൈക്ലോപീഡിയ. ഇങ്ങനെ 1 വോള്യൂം തൊട്ട് 20 വോള്യൂം എൻസൈക്ലോപീഡിയാസ് വരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഉള്ള 100 കണക്കിന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കിനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെറും നഴ്സറി ലെവൽ വർക്കാണ്. ഈ ബുക്സ് വായിച്ചിട്ടാണ് നിങ്ങൾ ബൈബിളിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ, ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, പ്ലീസ് ഡു സം റിസർച്ച്. 130 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മറുപടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഒരു ബൈബിൾ സ്കോളർ, ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കോളറിൻ്റെ ബൈബിൾ ആൻഡ് സയൻസിൻ്റെ ബുക്കിൻ്റെ ഉദ്ധരണി ഇതിലില്ല. നേരെ മറിച്ച് ക്രിസ്ത്യൻസ് അല്ല, എന്നാൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇടയ്ക്കുള്ള അഹമ്മദിയാസ് പോലുള്ള ആളുകളുടെ ഉദ്ധരണികൾ ഇതിലുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് എന്നും ദ്രോഹം ചെയ്ത യഹോവ വിറ്റ്നസ്സുകാരുടെ ഉദ്ധരണി ഇതിലുണ്ട്. ബ്രദേഴ്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചോ ഞാൻ എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നവരുടെ ഉദ്ധരണി വേണം ഞാൻ ഉപയോഗിക്കാൻ. നേരെ മറിച്ച് ആ ഗ്രന്ഥത്തോടും മുസ്ലിം കമ്മ്യൂണിറ്റിയോടും ജീവിതം മുഴുവൻ ദ്രോഹം ചെയ്ത ആളുകളുടെ ഉദ്ധരണി ഞാൻ എടുത്തിട്ട് അവരാണ് സത്യം മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? സൽമാൻ റഷ്ദി എത്രയോ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സൽമാൻ റഷ്ദി മുസ്ലിമാണ്, ബൈ നെയിം മുസ്ലിമാണ്. ആ വ്യക്തിയെ വലിയ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ താനാണ് സത്യം മുസ്ലിം എന്ന് പറഞ്ഞ് ഞാൻ സൽമാൻ റഷ്ദിയുടെ ബുക്സിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് നിങ്ങളെ അപമാനിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്താൽ അത് എൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമാണെന്നോ അതോ ഞാൻ മനഃപൂർവ്വം നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നോ എന്നുള്ളത് സഹോദരന്മാർ ഒന്ന് ചിന്തിക്കുന്നതാണ്. 5 മിനിറ്റ് കൂടെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്നാൽ സത്യാന്വേഷി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോംപ്രിഹെൻസീവായിട്ട് പറയാൻ ഇവിടെ സമയമില്ല, 40 മിനിറ്റ് പര്യാപ്തമല്ല. ഞങ്ങൾ ഈ വിഷയം ഏതാണ്ട് 180 മണിക്കൂറും കൊണ്ടാണ് കവർ ചെയ്യുന്നത്, ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ളത്. എന്നാൽ സത്യാന്വേഷി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്,
ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ റിസർച്ചസ് എല്ലാം മറച്ചു വെച്ച് 100-130 വർഷങ്ങൾക്ക് മുൻപ് ഖണ്ഡിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്കോളർഷിപ്പ് ലെവൽ എത്ര എന്നുള്ളത് നിങ്ങൾക്കറിയാം. വെറും 8ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ ബൈബിൾ ആൻഡ് സയൻസ് പോലും ഈ പുസ്തകം കൈകാര്യം ചെയ്തിട്ടില്ല. സ്കോളർലി ആയിട്ടുള്ള വർക്ക്സൊക്കെ പോട്ടെ. ഈ വിഷയത്തെക്കുറിച്ച്, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചോ മറ്റ് വിഷയങ്ങളെക്കുറിച്ചോ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ വാക്കുകളെ വിശ്വസിക്കേണ്ട. നിങ്ങളൊരു ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് തരാം. റിസർച്ച് പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. 1. 2, ബൈബിളിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നതെന്ന് ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ചോദിക്കുന്നത്. ആ ചോദ്യം റിസർച്ചിൽ ബേസ്ഡ് ആണോ അതോ ഒരു വ്യക്തിയുടെ പ്രെജുഡിഷ്യൽ ബേസ്ഡ് ആണോ എന്നുള്ളതൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ച് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ ഉണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു സത്യാന്വേഷി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായ പോയിന്റർ ഞാൻ തന്നു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭാഷയ്ക്ക് ധാരാളം പരിമിതികളുണ്ട്. എന്നാലും സഹോദരങ്ങൾ സത്യം അറിയണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ എൻ്റെ മാതൃഭാഷ അല്ലാത്ത ഒരു ലാംഗ്വേജിൽ ഇന്ന് വന്ന് നിങ്ങളോട് സ്ട്രഗിൾ ചെയ്ത് സംസാരിച്ചത്. ക്ലോസിങ്ങിൽ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം വെറും ഡിബേറ്റ് അല്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പാപിയാണെന്നും പാപിയായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും എന്നുള്ളത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. ഞാനിവിടെ ധാരാളം കോപ്പീസ് പുതിയ നിയമത്തിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഫ്രണ്ടിന് വേണമെങ്കിലും, സ്പെഷ്യലി മുസ്ലിം ഫ്രണ്ട്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ടേക്ക് എ കോപ്പി, റീഡ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു.